ശ്രീ മഹാഗണപതി ജ്ഞാനത്തിന്റെയും പരമ്പൊരുളും സർവ്വവിഘ്ന നിവാരണനുമാണ്. പരമശിവന്റെയും പാർവതീദേവിയുടെയും മകനായി അവതരിപ്പിച്ച ഭഗവൽ രൂപം. ഗജവദനത്തോടുകൂടിയ മനുഷ്യരൂപമാണ് ഗണപതിയുടേത്. കൈലാസനാഥൻ പരമശിവന്റെ പരിചാരകരായ ഗണദേവതകളുടെ അധിപനും സേനാധിപതിയുമായതിനാൽ ഭഗവാന് ഗണപതി എന്ന പേര് ലഭിച്ചു. കേരളത്തിലെ പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നത് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം AD 1744 മുതൽ AD 1760 വരെ വേണാടിന്റെ തലസ്ഥാനമായ പത്മനാഭപുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന കേരളീയ വാസ്തുവിദ്യയുടെ ഗംഭീര പ്രതീകമായ പത്മനാഭപുരം കൊട്ടാരത്തിനു ചുറ്റും ഒരു ചതുര ആകൃതിയിലുള്ള കരിങ്കൽ കോട്ട കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നു. പുത്തനാർ എന്നറിയപ്പെടുന്ന ചെറിയ അരുവി ഈ കോട്ടയുടെ സമീപത്തായി ഒഴുകിയിരുന്നു. 1975 AD കൊട്ടാരം കാവൽക്കാരനായ നായർ പടയാളികളിൽ ഒരുവന് ദൈവേച്ഛ പ്രകാരം അയാൾ പതിവായി കുളിക്കാറുള്ള പുത്തനാർ അരുവിയുടെ അടിത്തട്ടിൽ നിന്നും പഴവങ്ങാടി ക്ഷേത്രത്തിലെ ഇന്ന് കാണുന്ന മഹാഗണപതിയുടെ പ്രതിഷ്ഠ വിഗ്രഹം കണ്ടുകിട്ടിയെന്നാണ് വിശ്വാസം. വേണാട് രാജ്യത്തിന്റെ ചരിത്രവുമായി ക്ഷേത്രത്തിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. 15ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വേണാടിന്റെ തലസ്ഥാനം കൊല്ലത്ത് നിന്ന് തിരുവിതാംകോടിലേക്ക് മാറ്റി. ഈ പ്രദേശം കുളച്ചൽ റോഡിലെ അഴകിയ മണ്ഡപത്തിന് സമീപം 4 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. 1740 വരെ തിരുവിതാംകൂർ ഭരണാധികാരികൾ കൽക്കുളത്ത് ദർപ്പക്കുളങ്ങര കൊട്ടാരം പണിയുന്നതുവരെ തിരുവിതാംകോടിൽ തുടർന്നു. 1740 മാർത്താണ്ഡവർമ്മയാണ് കൽക്കുളം കൊട്ടാരം പുനർനിർമ്മിച്ചത്. അദ്ദേഹം ഇതിന് പത്മനാഭപുരം കൊട്ടാരമെന്ന് നാമകരണവും ചെയ്തു. ഈ കാലഘട്ടത്തിൽ പത്മനാഭപുരം വേണാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായി മാറി. കേന്ദ്രീകൃത സൈനിക വാഴ്ച സ്ഥാപിച്ചതിന്റെ ഫലമായി മാർത്താണ്ഡവർമ്മ തന്റെ സായുധ സേനയെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നായർ ബറ്റാലിയനുകൾ രൂപീകരിക്കാൻ തീരുമാനിക്കപ്പെടുന്നു. 1750 തിരുവിതാംകൂർ സൈന്യത്തിൽ 30,000 ഭടന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. AD 1760 തലസ്ഥാനം മാറ്റിയപ്പോൾ ഭടന്മാർ അവരുടെ ആരാധ്യ വിഗ്രഹവും തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. തുടക്കത്തിൽ പഴയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ അരയാൽ വൃക്ഷത്തിന് ചുവട്ടിൽ വെച്ചാണ് ആരാധിച്ചിരുന്നത്. പിന്നീട് കോട്ടയുടെ വടക്ക് കിഴക്കായി ചെറിയ സ്ഥലത്ത് ചെറിയ ദേവാലയം പണിയുകയും പത്മനാഭപുരത്ത് നിന്ന് കൊണ്ടുവന്ന വിഗ്രഹം ചെറിയ പീഠത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. 60 സെന്റിമീറ്റർ ഉയരമുള്ള ഗ്രാനൈറ്റ് കല്ലാണ് പീഠം എന്നറിയപ്പെടുന്നത്. ഐതിഹ്യപ്രകാരം 17ാം നൂറ്റാണ്ടിന് മുൻപ് മഹാനായ ഒരു യോഗി ഈ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നുവെന്നും അദ്ദേഹം സന്ദർശിച്ച പുണ്യസ്ഥലത്തെല്ലാം പ്രത്യേകിച്ചും ഇന്ത്യയിലെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും അദ്ദേഹം ഈ വിഗ്രഹത്തെ കൊണ്ടുപോയി പൂജിച്ചിരുന്നതായും പറയപ്പെടുന്നു. അദ്ദേഹം അക്കാലത്ത് പ്രസിദ്ധമായിരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ശാന്തമായി ഒഴുകിയിരുന്ന പുത്തനാറിൽ നിക്ഷേപിച്ചതായും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ സൈന്യത്തെ മദ്രാസ് റെജിമെന്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രവും അതിന്റെ കീഴിലായി. മദ്രാസ് റെജിമെന്റിന് കീഴിലേക്ക് ക്ഷേത്രം വന്നതോടുകൂടെ പ്രധാനമായും ക്ഷേത്രഘടനയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. 1935-37 കാലഘട്ടത്തിൽ 6 തൂണുകളുള്ള ഓടുമേൽക്കൂരയുള്ള മണ്ഡപം നിർമ്മിച്ച് ക്ഷേത്രം പുതുക്കി പണിതു. അക്കാലത്ത് ശ്രീകോവിലും മുൻവശത്തെ റോഡും ഒരേ നിരപ്പിലായിരുന്നു. 1969-74 കാലഘട്ടത്തിൽ ശ്രീകോവിൽ വീണ്ടും പുതുക്കി പണിയുകയും തെക്കൻ കെട്ടിടത്തിന്റെ 1ാം നില നിർമ്മിക്കുകയും ചെയ്തു. 1992-2003 കാലത്താണ് ക്ഷേത്രത്തിൽ പ്രധാനമായും നവീകരണം നടന്നത്. ഈ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ മുൻവശത്തെ മണ്ഡപവും ഗോപുരവും നിർമ്മിച്ചതും തെക്ക് വശത്തെ ഓഫീസ് സമുച്ചയത്തിന്റെ 2-3 നിലകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ പരിപാലനം കൃത്യമല്ലാത്തതിനാൽ മഴക്കാലത്ത് മലിനജലം റോഡിലൂടെ ഒഴുകി. ഇതിന് പരിഹാരമായി ക്ഷേത്രത്തിന്റെ കിഴക്കും വടക്കും ഭാഗത്തുള്ള മതിലുകൾ ഉയർത്തുകയുണ്ടായി. എന്നാൽ നിരന്തരമായ ടാറിംഗ് കാരണം ക്ഷേത്രവും പരിസരവും താഴ്ന്ന നിലയിലായതോടെ ക്ഷേത്രത്തിൽ വെള്ളപ്പൊക്കവും പതിവായി. 2009 ക്ഷേത്രതന്ത്രി മഹാഗണപതി വിഗ്രഹത്തിന്റെ കാൽമുട്ടിലും പിൻഭാഗത്തും വിള്ളലുണ്ടായതിനാൽ എന്തു വില കൊടുത്തും വിഗ്രഹം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിർദ്ദേശിച്ചു. തുടർന്ന് ദേവഹിതം നടത്തി. വിഗ്രഹത്തിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനായി അനുയോജ്യമായ ഒരു സ്വർണ്ണ അങ്കി കൊണ്ട് പൊതിയണമെന്ന് പ്രശ്നം വെച്ചപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടു. നിർദ്ദേശപ്രകാരമുള്ള പ്രായശ്ചിത്ത ചടങ്ങുകൾ 2012 ഫെബ്രുവരിയിൽ നടന്നു. 2017 സഹസ്രകലശ പൂജയും അഭിഷേകവും നടത്തുന്ന സമയത്ത് പ്രധാന ശ്രീകോവിലിലെ ചില ഘടനാപരമായ വൈകല്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് വീണ്ടും പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ഭൂമിയെ ബലപ്പെടുത്തി കരിങ്കൽ പാളികൾ കൊണ്ട് നിരപ്പ് വരുത്തിയത് ഈ കാലത്താണ്. 8 കോൺക്രീറ്റ് തൂണുകളിലാണ് പ്രധാനപ്പെട്ട ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഗോപുരത്തിന്റെ അലങ്കാര പാർശ്വങ്ങൾ ഗുണനിലവാരമുള്ള തേക്ക് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുകളിൽ ചെമ്പ് ഷീറ്റുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. താഴത്തെ ശ്രീമുഖത്തിൽ തടയിൽ മഹാഗണപതിയുടെ മനോഹരമായ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഗോപുരത്തിന്റെ വടക്കു പടിഞ്ഞാറായി ഭക്തർക്ക് നാളികേരം ഉടയ്ക്കാനായി സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട വിഗ്രഹമാണ് പഴവങ്ങാടി ഗണപതിയുടേത്. 6 ഇഞ്ച് അല്ലെങ്കിൽ 39 യവമാണ് ഈയൊരു വിഗ്രഹത്തിന്റെ ഉയരമെന്ന് പറയുന്നത്. ശ്രീ പ്രപഞ്ച ഗണപതി എന്നറിയപ്പെടുന്ന വിഗ്രഹത്തിന് 4 മുഖങ്ങളാണുള്ളത്.
സമഗ്രവും അപൂർവവുമായ ഭഗവത് സങ്കല്പമാണ് ഇവിടുത്തേത്. 1000 ദളങ്ങളുള്ള ചുവന്ന താമരയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് ശ്രീ പാർവതീദേവിയും മഹേശ്വരനും ആരാധിക്കുകയും തെക്ക് ഭാഗത്ത് ശ്രീ കാമദേവനും ഭാര്യ രതീദേവിയും പടിഞ്ഞാറ് ഭാഗത്ത് മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും വടക്കു ഭാഗത്ത് വരാഹമൂർത്തിയും ഭൂമിദേവിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിലായി മറ്റൊരു 1000 ദളമുള്ള താമരയുണ്ട്. ഇത് തുടർച്ചയായി വിഗ്രഹത്തിന്റെ ശിരസിൽ അമൃതകണങ്ങൾ വർഷിക്കുന്നുവെന്നാണ് വിശ്വാസം. ഈ വിഗ്രഹത്തിന് ചുറ്റുമായി മഹാന്മാരായ അവധൂതന്മാരും ഋഷികളും ദേവന്മാരും ശ്രീ പ്രപഞ്ച ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് സാധാരണ ആരാധനാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ പൂജാ സമ്പ്രദായങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിശേഷാൽ ഫലമാണ് ഈ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ മഹത്തായ ശക്തിയുടെ പൊരുളും. പഴവങ്ങാടി ഗണപതി ഭഗവാന്റെ നടയിൽ നാളികേരമുടയ്ക്കുന്നതാണ് ഏറ്റവും പ്രചാരമുള്ള വഴിപാട്. ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, മഹാഗണപതി ഹോമം, അർച്ചന അഷ്ടോത്തരം, അർച്ചന സഹസ്രനാമം, മുഴുക്കാപ്പ്, അപ്പം തുടങ്ങിയ വഴിപാടുകളും ഇവിടെ നടത്തപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് എല്ലാ മാസത്തിലെയും 2 പക്ഷങ്ങളിൽ വരുന്ന ചതുർത്ഥി ദിതി ദിവസങ്ങളിൽ ശർക്കര പായസത്തിന്റെ പ്രത്യേക വഴിപാടോടെ ആചരിക്കപ്പെടുന്നു. മലയാള മാസത്തിലെ ആയില്യം നാളിൽ നാഗരാജൻ, നാഗയക്ഷി, നാഗകന്യക എന്നിവർക്ക് പാലഭിഷേകം നടത്തിവരുന്നു. രാവിലെ 4:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മുതൽ 8:30 വരെയുമാണ് ദർശന സമയം. പഴവങ്ങാടി ഗണപതിയുടെ നിർമാല്യ ദർശനം വളരെ വിശേഷമാണ്. 7, 9, 11, 21, 41 തുടങ്ങിയ ദിവസങ്ങൾ തുടർച്ചയായി നിർമാല്യം തൊഴാൻ വ്രതമെടുക്കുന്ന നിരവധി വീട്ടമ്മമാർ അനന്തപുരിയിലുണ്ട്. രാവിലെ 4:30 മണി മുതലാണ് നട തുറക്കലും നിർമാല്യ ദർശനവും. ഇങ്ങനെ ഉദിഷ്ട കാര്യസിദ്ധിക്കായി നിർമാല്യ ദർശന വ്രതമെടുക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ പ്രഭാതത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.